സോ ഇന്ന് കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ക്ഷീണത്തിലിരിക്കുകയെന്നറിയാം. ബോത്ത് ഗ്രൂപ്പ് എന്ന കുട്ടികളാണെങ്കിൽ കുറച്ചധികം ക്ഷീണം ഉണ്ടാവും അറിയാം. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് വാസ് മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് ഒരുപാട് കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു പേപ്പർ നല്ലപോലെ ടഫായി എന്നൊക്കെ കുറെ പിള്ളേർ സങ്കടത്തോടെ പറഞ്ഞിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. CA എക്സാംസിൽ നമുക്ക് എപ്പോഴും ആ ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് എക്സ്പെക്ട് ചെയ്യണം നമ്മുടെ ICയിൽ നിന്നും. രണ്ട് ഗ്രൂപ്പിൽ നിന്നും, ഫസ്റ്റ് ഗ്രൂപ്പ് എന്നായിക്കോട്ടെ സെക്കൻഡ് ഗ്രൂപ്പ്, ഒരു പേപ്പർ എപ്പോഴും ടഫ് ആവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. എല്ലാ പേപ്പറും ടഫ് ആവുന്ന പോലത്തെ അറ്റംപ്റ്റ്സ് വരാറില്ലെങ്കിലും ഒരു പേപ്പർ എപ്പോഴും അവർ എന്ത് ചെയ്യാറുണ്ട്, അത് ടഫ് ആക്കാറുണ്ട്. ആൻഡ് ഗ്രൂപ്പ് 2 ഇനിയിപ്പോൾ ഏതായിരിക്കും ടഫ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒരുപാട് സ്പെക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവൈലബിൾ ആയിട്ടുള്ള സമയം മാക്സിമം, ഈ നമ്മുടെ കയ്യിലത്തെ റിസോഴ്സ് സമയമാണ് നമ്മുടെ, അതിനെ മാക്സിമം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ നടത്തുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം. ആൻഡ് 6 പേപ്പർ 2 ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് എഴുതുക എന്നുള്ളത് ഇറ്റ്സ് എ ട്രമെൻഡസ് എഫേർട്ട്. അത് ഒരുപാട് വിൽ പവറും കോൺഫിഡൻസും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഇഫ് യു ആർ ഓൺ ദാറ്റ് പാത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു യു. കീപ്പ് ഓൺ. കുറച്ചും കൂടി ഉള്ളൊരു 3 എക്സാം കൂടി കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കോസ്റ്റിംഗ് കഴിഞ്ഞു, ഇനിയിപ്പോൾ 2 എക്സാം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എഫേർട്സ് ആർ ഓൾവേസ് വർത്ത് ഇറ്റ്. നിങ്ങൾക്ക് എടുക്കുന്ന എഫേർട്ട് ശരിക്കും തീർച്ചയായിട്ടും ബലം തരും. ഓക്കെ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഓഡിറ്റിങ്ങിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് 11th ഈവനിങ്, പിന്നെ 12 ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടും. 13 മോർണിംഗ് കുറച്ച് സമയം കിട്ടും. ഈ സമയത്തിനകത്ത് മാക്സിമം ഓഡിറ്റിംഗ് എങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ടറിയിൽ കവർ ചെയ്തെടുക്കാൻ പറ്റും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഫുൾ എങ്ങനെ കവർ ചെയ്യാം എന്ന ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്, ഒരു ചെറിയൊരു രൂപരേഖ സ്ട്രാറ്റജി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫൈനൽ അപ്രോഷൻ നമ്മൾ നടത്തുന്നത്. ലാസ്റ്റ് May 25 എക്സാമിന് മുമ്പ് ഇതുപോലെ നമ്മൾ ചെയ്തിരുന്നു. ആൻഡ് ദൈവാനുഗ്രഹത്താൽ ഏതാണ്ട് 90+ മാർക്സ് ഫൈനൽ അപ്രോഷനിൽ പറഞ്ഞ അതേ ടോപ്പിക്സ് തന്നെ എക്സാമിന് വരാൻ ഇടയായി. ബട്ട് ഞാൻ പറയുന്നത് എല്ലാ അറ്റംപ്റ്റും ഒരേപോലെ ഈസി ആകണമെന്നില്ല, എല്ലാ അറ്റംപ്റ്റും എപ്പോഴും ടഫ് ആകണമെന്നില്ല. ദർ ഇസ് ഓൾവേസ് എലമെന്റ് ഓഫ് സർപ്രൈസ്. നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, IC എങ്ങനെ പേപ്പർ കറക്റ്റ് ചെയ്യും, IC എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും എന്നൊന്നും ICയുടെ പണി ICക്ക് വിട്ടേക്കുക. നമുക്ക് നമ്മുടെ പണി നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുന്ന ഒരു പരിപാടിയുള്ളൂ. ആൻഡ് ഗോയിങ് വിത്ത് ദ ട്രെൻഡ്, May 25 നല്ല പോലെ ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് we have to anticipate, expect a little bit ഒരു above average paper നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓഡിറ്റിങ്ങിന്. പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് പെർഫോം ദ ബെസ്റ്റ്. അല്ലെ, നല്ല ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട്, നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞിട്ടുള്ള ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് എക്സാം 13th മോർണിംഗ് വരെ എങ്ങനെ മാക്സിമം ഓഡിറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഫൈനൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും തരുന്ന ഡിസ്ക്ലെയിമർ, ഇത് ഒരു എന്താ പറയുക, ഈ ടോപ്പിക് മാത്രമേ പഠിച്ചാൽ മതി, ഇത് ക്വസ്റ്റ്യൻസ് അതേപോലെ ഞാൻ ചോർത്തെടുത്തിട്ട് പറയുന്നതല്ല, ഇതൊരു ട്രെൻഡ് ബേസ്ഡ് ആയിട്ട് പറയുന്നത് മാത്രമാണ്. ഇഫ് യു ക്യാൻ മാനേജ് വെരി വെൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്സ്, ഞാൻ തരുന്ന ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം എക്സ്ട്രാ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മൈക്രോ ലെവൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചില ഏരിയാസ് ഒരുപാട് സിമ്പിൾ ആയിരിക്കും, ചില ഏരിയാസ് ടഫ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സമയം ക്രമീകരിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊരു ജനറൽ ഔട്ട്ലേ മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫുൾ തീർക്കും എന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തരുന്നത്. ഓൾസോ ഐ എം നോട്ട് ഗോൺ ടു ടീച്ച് എനിത്തിങ്. ഈ ഒരു സെഷനിൽ നമ്മളൊന്നും പുതുതായിട്ട് പഠിപ്പിക്കുകയല്ല, ഇത് പ്യൂർലി റിവിഷൻ. അതായത് ഓൾറെഡി നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു അസംഷനിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇത് റിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ്. സോ യെസ്, ഒരു ടൈം ടേബിൾ പോലെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഏറ്റവും A കാറ്റഗറിയിൽ വരുന്ന, അതായത് ഏറ്റവും കൂടുതൽ എക്സാമിന് മാർക്ക് വെയിറ്റേജ് വരാൻ ചാൻസ് ഉള്ള ഈ September 25 എക്സ്പെക്ട് ആവുന്ന ഏരിയാസ് ആയിരിക്കും ഞാൻ ആദ്യം നിങ്ങൾക്ക്, അതായത് ഇന്ന് വൈകുന്നേരം 11th ഈവനിങ് തൊട്ടിട്ട് 12th ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും ആദ്യം. അതിനുശേഷം അതിന് സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലാസ്റ്റിലോട്ട് വന്നിട്ട് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, വരത്തില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്നാലും ആ ഒരു ഇമ്പോർട്ടൻസിന്റെ ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ ടൈം ടേബിൾ ഇട്ടേക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ടുഡേസ് ടൈം ടേബിൾ. ഓക്കെ, ഇന്ന് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഉടനെ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല എന്ന അസംഷനിൽ ഞാൻ പറയാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ഇന്ന് വൈകുന്നേരം 11th പഠിക്കാനായിട്ട് ഒരു 4.5 മണിക്കൂറിന്റെ ടൈം ടേബിൾ ഉണ്ട്. അതായത് 6:30 to 8:30 എന്ന 2 hours സ്ലോട്ടും, പിന്നെ നിങ്ങളുടെ ഡിന്നറിനനുസരിച്ചിട്ട് ഒരു ചെറിയ സ്പേസ് വിട്ടിട്ടുണ്ട്, 1 hour ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 3 hours 2 + 5 hours സ്ലോട്ടാണ്. സോ നിങ്ങൾ നേരത്തെ കൊണ്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ 6:30 ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സമയം ക്രമീകരിക്കുക. 5 മണിക്കൂർ എന്തായാലും ഇരുന്നേ പറ്റും. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ദാറ്റ് യു സ്റ്റാർട്ട് ടുഡേ. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് റെസ്റ്റിന് യാതൊരു തരത്തിലുള്ള അനുവാദവും ഇല്ല. ഓക്കെ, വി ആർ ഇൻ ദ മിഡിൽ ഓഫ് ദിസ് വാർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ എക്സാം തീരുന്നവരെയും ഒരു എക്സാം കഴിഞ്ഞു കോസ്റ്റിങ്ങിന് ഹാങ് ഓവർ നിൽക്കാൻ പ്ലീസ് ചെയ്യരുത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ചെയ്യുന്നത്, അതുപോലെ ICയുടെ പണി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ICക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യാം.
ഇന്ന് 6:30 to 8:30 PM ആദ്യത്തെ 2 hours. ഓക്കെ, വി സ്റ്റാർട്ട് വിത്ത് ദ സ്മോൾ ടോപ്പിക്സ്. കുറച്ച് സ്മോൾ ആയിട്ടുള്ള എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിറയെ MCQസിനും അല്ലെങ്കിൽ കേസ് സ്റ്റഡീസിലും ഒക്കെ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്കോറിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇട്ടേക്കുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് നമ്മുടെ essay 200 സീരീസ് ആണ് അതിലധികം വരുന്നത്. 200, 230, 260 and 265 ഫെയർലി സിമ്പിൾ എസ്സേസ് ആണ്. ഞാൻ ഇത്രയും എസ്സേസ് ഇവിടെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇതങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ഇത്രയും പഠിക്കുമെന്ന്. 2 കാര്യങ്ങളാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്നുള്ള അസംഷനാണ്. 2, ഈ ലാസ്റ്റ് മിനിറ്റ് ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഫുൾ ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തെ തവണയൊക്കെ പഠിച്ച പോലെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ഒരിക്കലും സമയമില്ല. ആ ഒരു കഷ്ടിച്ച് 1.5 ദിവസം നമുക്ക് ഉള്ളൂ അല്ലേ. അപ്പൊ ആ സമയത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം അതും അങ്ങനെ കവർ ചെയ്ത് പോയാൽ പോലും 13th ഉച്ച വരെ പഠിക്കാനുള്ള സാധനം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തന്നേക്കുന്ന ടോപ്പിക് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പഠിത്തം ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള പോലെ മനസ്സാക്കിപ്പിച്ചിട്ടുള്ള പോലെ ചെയ്തിട്ടുണ്ട്. RTP MTP വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇനി ധൈര്യമായിട്ട് എന്നെ വിശ്വസിച്ചിട്ട് ഈ പറയുന്ന ടോപ്പിക്സ് നന്നായി പഠിച്ചിട്ട് പോകാം. ഓക്കെ, അതിനുള്ള സമയം നമുക്കുള്ളൂ അടുത്ത 2 ദിവസം. 200 സ്റ്റാർട്ട് ചെയ്യാം. 200 ഈ ഓവർ ഒബ്ജക്റ്റീവും അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് ഒക്കെ ഒരുപാട് സമയം എടുത്തിട്ട് ചുമ്മാ വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ല. സ്ട്രേറ്റ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് വായിക്കുക. ആ ലിമിറ്റേഷൻസ് പഠിക്കുക. എത്ര നേരമാണ് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവം ഇൻഹെറന്റ് ലിമിറ്റേഷൻസ്. ആ പോയിന്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് നല്ല കാണാതെ അറിയുന്നുണ്ടാവും. ആ ഹെഡിങ്സ് അല്ലാത്തുള്ള കണ്ടന്റ് സ്പീഡ് റീഡിങ് കൊടുക്കുക. എത്തിക്സ് ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എത്തിക്സ് ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പൽ ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആ എത്തിക്സ് ബേസ്ഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ട് ഏതിന്റെ വയലേഷനാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് MCQസിലും കേസ് സ്റ്റഡീസിലും റീസെന്റ് ഒരുപാട് ട്രെൻഡിൽ വരുന്നുണ്ട്. ഓൾസോ ഇൻഡിപെൻഡൻസ് MCQസിൽ വരാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. പ്രത്യേകിച്ചും ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ്. എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് വരും, ഫെമിലിയാരിറ്റി ത്രെറ്റ്, അഡ്വക്കസി ത്രെറ്റ്, ഇന്റിമിഡേഷൻ, അങ്ങനെ കുറെ ത്രെറ്റ്സ് വിളിച്ചിട്ടില്ലേ. ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ്, എത്തിക്സ്, ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു 15-20 മിനിറ്റ് അകത്ത് തീർക്കുക. ഞാൻ ഓരോ ടോപ്പിക്കിന് ഇത്ര സമയം വേണമെന്ന് പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ റേറ്റ് ഓഫ് റീഡിംഗ് സ്പീഡ് ഡിഫറൻസ് ഉണ്ടാവും. 2 മണിക്കൂറിന്റെ ഒരു ഓവറോൾ ടാർഗറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, ആൻഡ് വൺസ് യു ആർ ഡൺ വിത്ത് essay 200 നേരെ 230 പോവാ. 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ അഡ്വാൻറ്റേജസ് വായിക്കുക. ഫോം കണ്ടന്റ് എക്സ്റ്റൻ ഓഫ് ഡോക്യുമെന്റേഷൻ ഇത്തവണ MTPയിലൊക്കെ വരുന്നുണ്ട്, അത് ഫോക്കസ് ചെയ്യുക, അത് പഠിക്കുക. എന്തൊക്കെയാണ് ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ദ ഫോം കണ്ടന്റ് എക്സ്റ്റൻ ഡോക്യുമെന്റേഷൻ ഡിപ്പെൻസ് ഓൺ വാട്ട് ഓഫ് തിങ്സ്, ചില ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതേപോലെ വി ഹാവ് ടു പ്രിപ്പയർ ഡോക്യുമെന്റേഷൻ ടു സച്ച് എൻ എക്സ്റ്റെന്റ് ദാറ്റ് വിൽ എനേബിൾ അനദർ എക്സ്പീരിയൻസ്ഡ് ഓഡിറ്റർ ടു അണ്ടർസ്റ്റാൻഡ് 3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നത്. എത്രമാത്രം ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ ഹൂ പെർഫോം ദ വർക്ക്, ഹൂ റിവ്യൂ ദ വർക്ക്, ദ ടൈം ഓഫ് കംപ്ലീഷൻ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മുടെ ജഡ്ജ്മെന്റ്സ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെ കാര്യം ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ള തിയറി ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് ഫയലും MCQസിൽ വരാൻ ചാൻസസ് ഉണ്ട്. 230 ഈ ഒരു ടോപ്പിക് മാത്രം വായിക്കാം. അതിനുശേഷം കം ടു 260. essay 260 ഈ കമ്മ്യൂണിക്കേഷൻ വിത്ത് TCWG അതാണല്ലോ കൺസെപ്റ്റ്. അതിന് വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്, അതിലാകെപ്പാടെ 3 പോയിന്റ്സ് ഉള്ളൂ. അതിൽ 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് ആണ്. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് സർട്ടൻ സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് വിത്ത് ദി TCWG. അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് 4-5 പോയിന്റ് അത് വായിക്കുക. അതിലത്തെ 3ാമത്തെ പോയിന്റ് സിഗ്നിഫിക്കന്റ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കന്റ് ഡിഫിക്കൽട്ടി ഇത്തവണ MTPയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൾസോ നമ്മുടെ ലെക്ചർ നോട്ടിലും ആ ഒരു പോയിന്റ് കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ബുക്കിൽ, അത് നോക്കി വെക്കുക. ദെൻ കം ടു 265 കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഇന്റർവൽ കൺട്രോൾ ആണ്. അതിൽ ഈ മീനിങ്ങും ആൻഡ് ഫാക്ടേഴ്സ് involving significant deficiency. What are the factors which help to identify whether a deficiency constitute a significant deficiency എന്ന ടോപ്പിക് ഉണ്ടല്ലോ, അത് വായിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന TCWG നമ്മൾ മാനേജ്മെന്റ് നമ്മൾ വീക്ക്നെസ് ഡെഫിഷ്യൻസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, ലെറ്റർ ഓഫ് വീക്ക്നെസ് കൊടുക്കില്ലേ, ലെറ്റർ ഓഫ് വീക്ക്നെസിന്റെ കണ്ടന്റ്, ആ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിക്കോളൂ. ആൻഡ് അപ്പോൾ ബേസിക്കലി ഈ 200, 230, 260, 260 ഇപ്പം നമ്മൾ കണ്ടുള്ള നാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ വായിക്കുക. ബാക്കി വേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഇപ്പൊ വേണ്ട, ഇത് മാത്രം വായിച്ച് റെഡിയാക്കുക. കാരണം ഇതെല്ലാം ഫുൾ കഴിഞ്ഞിട്ടും ബാക്കി സമയം കിട്ടണമെങ്കിൽ നിങ്ങൾ ബാക്കി നോക്കും. ഈ ഏരിയാസ് ആദ്യമേ ഫോക്കസ് ചെയ്യുക. കാരണം ഈ പറയുന്നത് RTP MTP പാസ് എക്സാം ട്രെൻഡ് ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ നടക്കത്തില്ല, എന്നാലും ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും വെയിറ്റേജ് ഉള്ള സാധനം തന്നെ ആദ്യം വായിക്കുക. കാരണം അങ്ങനെ വായിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 13th ഉച്ച വരെ വായിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് 200 അങ്ങ് എടുത്തിട്ട് അയ്യോ സാറിന്റെ എത്തിക്സും ഇൻഡിപെൻഡൻസ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ബാക്കിയും കൂടി വായിക്കണം, അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരത്തില്ല. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് മാത്രം വായിക്കുക. അതിനുശേഷം essay 330 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ എക്സ്റ്റെന്റ് ഓഫ് TOC ഉണ്ടല്ലോ, അത് MTPയിൽ വന്നിട്ടുണ്ട്. അത് 1-2 MTPകളായിട്ട് റീസെന്റ് കിടന്ന് കളിക്കുന്നുണ്ട്. അത് ഒന്ന് ചോദിച്ചോ. എനിക്കൊന്ന് പാസ്റ്റ് എക്സാം ചോദിച്ചിട്ടുണ്ട്. Jan 25 പാസ്റ്റ് എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത്
നോക്കിക്കോളൂ. ഇത്രയും കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് ഇത്രയും ഈ ടോപ്പിക്സ് മാത്രം നിങ്ങൾ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂറത്ത് നിങ്ങൾക്ക് ഇത്രയാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഒന്ന് ഫ്രഷ് ആവുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരിക. എന്നിട്ട് ഒരു 3 hours സെഷൻ ഉണ്ട് രാത്രി. ഓക്കെ, ഫ്രഷ് ആയിട്ട് നേരത്തെ കിടക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സമയം റിലാക്സേഷൻ ചെയ്യാനുള്ള സമയമല്ല. 11th ഇന്ന് തന്നെ ഈവനിങ് ഒരു 3 hours ആഫ്റ്റർ ഡിന്നർ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ഫോണൊക്കെ എടുത്ത് വലിച്ചു മാറ്റി എറിയുക. എന്നിട്ട് അതായത് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ടൈം എഴുതിയെടുത്തോ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ട, പഠിക്കുന്ന സമയത്ത് ഫോൺ നോക്കണ്ട. 300 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 300 ഒരു ചാപ്റ്ററാണ്. എസ് എ 300 ചാപ്റ്റർ 2. ആ ഒറ്റ ചാപ്റ്റർ ഫുള്ള് എസ് എ 300 ആണ്. അതിൽ പ്ലാനിങ്, അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള തിയറി, അതായത് ദ നേച്ചർ ടൈം എക്സ്റ്റെന്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് പ്ലാനിങ് സ്റ്റേജിലാണ്. നേച്ചർ ടൈം എക്സ്റ്റെന്റ് ഓഫ് റിസോഴ്സസ് സ്ട്രാറ്റജി ഫേസിലായിരിക്കും. ഹൗ ടു ഡെവലപ്പ് എ സ്ട്രാറ്റജി, അതിൻ്റെ 5 പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള ഓക്കെ, ഹൗ ടു ഡെവലപ്പ് എ സ്ട്രാറ്റജി 5 പോയിന്റ്സ് ഉണ്ട്. 5 ഹെഡിങ്സിനകത്ത് സബ് പോയിന്റ്സ് ഉണ്ട്. സബ് പോയിന്റ്സ് ബേസ്ഡ് ആയിട്ട് September 24, May 25, Jan 25 എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Jan 25 ഒരു ഇൻഡയറക്റ്റ് രീതിയിലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ എക്സാം അനാലിസിസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ സ്ട്രാറ്റജിയിലത്തെ 5 പോയിന്റ്സ് നല്ല ഇമ്പോർട്ടൻ്റ് പഠിക്കണം. അതിലൊരെണ്ണം ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ പ്ലാനിൻ്റെ തിയറി. ഓക്കെ, പ്ലാനിൽ വന്നിട്ട് ഈ പ്ലാനിങ് ഇസ് നോട്ട് എ ഡിസ്ക്രീറ്റ് പ്രോസസ് ബട്ട് റാദർ എ കണ്ടിന്യൂസ് ആൻഡ് ഇറ്ററേറ്റീവ് ആക്ടിവിറ്റി, ആ ഒരു തിയറി. അതേപോലെ ആഫ്റ്റർ സ്ട്രാറ്റജീസ് ഡെവലപ്പ് വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ പ്ലാൻ. സ്ട്രാറ്റജി ഈസ് ഓൾവേസ് പ്രിസീഡഡ് സ്ട്രാറ്റജി after strategy it is preceded by plan, അങ്ങനെ തിയറി. പിന്നെ പ്ലാനിങ് ഇൻവോൾവ്സ് കൺസിഡറിങ് ദ ഫോളോയിങ് തിങ്സ് ബിഫോർ എനി പ്രൊസീജിയേഴ്സ് ആർ ഡൺ സച്ച് ആസ് നമ്മുടെ തിയറി ഉണ്ട്. ഓക്കെ, അതായത് ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രൊസീജിയേഴ്സും പ്ലാൻ പ്രകാരമായിരിക്കും. ആ ഒരു ടോപ്പിക് എൻ്റെ RTP MTP വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഓർമ്മയുണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ RTPയിലും MTPയിലും 2 സ്ഥലത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലാനിങ് ഇൻവോൾവ്സ് കൺസിഡറിങ് സർട്ടൻ ആക്ടിവിറ്റീസ് വേരിയസ് പ്രൊസീജിയേഴ്സും ഉണ്ട്. അതായത് ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ തീർത്തിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ആ ലിസ്റ്റ് കുറച്ച് പറയുന്നുണ്ട്. അത് RTPയിലും MTPയിലും വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജസും വായിച്ചു വയ്ക്കുക. അതേപോലെ ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ് റീസെന്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ഡ്രാഫ്റ്റ് ലെക്ചർ നോട്ടായിട്ട് ഓൾറെഡി ബുക്കിൽ ഉണ്ടാവും. ഇനി പ്രോഗ്രാം ഇപ്പോൾ സപ്പോസ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആളല്ല, നിങ്ങൾ കുറച്ചും കൂടി പ്രീവിയസ് സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ Jan 25 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. Jan 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ കാണാൻ പറ്റും ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ഒരു ഡ്രാഫ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട്. ആ Jan 25 അങ്ങനെ വന്നേ ആ ഡ്രാഫ്റ്റ് കാണിച്ചിട്ട് ഇതെന്താ സാധനം എന്ന് ചോദിച്ചു. ഓഡിറ്റ് പ്രോഗ്രാം അങ്ങനെ MCQ വന്നേ. ഈ അറ്റംപ്റ്റിൽ മിക്കവാറും വരയ്ക്കുന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓഡിറ്റ് പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് വായിച്ചു വയ്ക്കുക. അതിനുശേഷം SF 500 വരിക. SF 500 ഓഡിറ്റ് എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് എസ് ആണ്. എന്നാൽ ഇതൊന്നും അധികം സമയം എടുക്കത്തില്ല. ആൻഡ് വളരെ മറ്റേ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലത്തെ വാട്ട് ഇസ് ഓഡിറ്റ് എവിഡൻസ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ നേച്ചർ, ബേസ്ഡ് ഓൺ ക്യാരക്ടർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, സിമ്പിളാണ്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. മാനേജ്മെന്റ് എക്സ്പേർട്ട് തരുന്ന ഇൻഫർമേഷനെ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ഫാക്ടേഴ്സ് പഠിച്ചു വെക്കുക. അതേപോലെ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് റെലവൻസ്, അതിന്റെ മീനിങ് എന്താണ്, അപ്രോപ്രിയേറ്റ്സിന്റെ ഫാക്ടേഴ്സ്, മറ്റേ വിഡുക്കോ എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ, ആ ഫാക്ടേഴ്സ് പഠിക്കുക. ടെക്നിക്സ് ഫോർ ഒബ്റ്റൈനിങ് ഓഡിറ്റ് എവിഡൻസ് എന്തൊക്കെയാണ് ടെക്നിക്സ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റിക്കഗ്നിഷൻ, ആ 5 ടെക്നിക്സ്. അതിൽ 7 ടെക്നിക്സ് ഉണ്ട്. അതിൽ എൻക്വയറി ഫോക്കസ് ചെയ്യുക. എൻക്വയറി സ്പെസിഫിക് ആയിട്ട് കുറച്ച് തിയറി നമ്മുടെ ബുക്കിലുണ്ടാവും, അത് വായിക്കണം. അതായത് എൻക്വയറി എപ്പോഴും സ്റ്റാൻഡ് അലോൺ ആയിട്ട് ചെയ്യത്തില്ല, മറ്റ് പ്രൊസീജിയറിലൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുക. ആ ടോപ്പിക്. മെത്തേഡ്സ് ഓഫ് ഐറ്റം സെലക്ഷൻ, അതായത് 100% ചെക്കിങ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ certain specific item, or you can go for sampling എന്ന് പറയുന്ന ആ ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓഡിറ്റ് ട്രെയിനും ഒന്ന് വായിച്ചു വെക്കുക. ആൻഡ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ ഇത് ഈ 300-ഉം 500-ഉം ഓക്കെ ഏതാണ്ട് ഒരു 45 മിനിറ്റ്സ് കൊടുക്കുന്നത്. രണ്ടും ഒരു 45 മിനിറ്റ്സ് 1.5 മണിക്കൂറിൽ തീർക്കുന്ന പോലെ ചെയ്യാം. നമുക്ക് മൊത്തം 3 മണിക്കൂറാണ്. ഒരു 1.5 മണിക്കൂറിൽ ഇത് തീർക്കുന്ന പോലെ വേണം ചെയ്യാൻ, നിർബന്ധമാണ്. ആ ഒരു ടൈം ഫ്രെയിം മനസ്സിൽ വെക്കണം. 45 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന രീതിയിൽ വേണം ഇത് വായിക്കാനായിട്ട്. അല്ലാതെ ഓക്കെ സ്ട്രാറ്റജി സാറ് 5 പോയിന്റ്സ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു, പ്ലാനിന്റെ തിയറി പഠിക്കാൻ പറഞ്ഞു, അങ്ങനെ വിശദമായിട്ട് എഴുതി പഠിക്കരുത്, അത് സമയമില്ല. 45 മിനിറ്റ്സിനകത്ത് ഇത് രണ്ടും തീർക്കണം. അതായത് 1.5 മണിക്കൂറിൽ അത് തീർക്കണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവിൽ പോവുക. അതിനുശേഷം 501-ൽ മറ്റേ ഈ ഓഡിറ്റർ അറ്റൻഡിങ് ദ ഇൻവെന്ററി കൗണ്ടിങ് പ്രോസസ്, ഫിസിക്കൽ അറ്റൻഡൻസ് ഓഫ് ദി ഓഡിറ്റർ അറ്റ് ദ ഇൻവെന്ററി കൗണ്ടിങ് പ്രോസസ് ഓഫ് ദ ക്ലയന്റ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഓഡിറ്റർ അവിടെ പോയിട്ട് മറ്റേ ഇൻവെന്ററിനെ നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നത്, ഇൻവെന്ററി കൗണ്ടിങ് അറ്റൻഡ് ചെയ്യുന്നത്. അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിലത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ 3 പോയിന്റ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സ് നിങ്ങളിപ്പോൾ സെപ്റ്റംബറിലോട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടിയാണ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ആണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ മിക്കവാറും ലെക്ചർ നോട്ടിൽ തന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ കാണുന്നില്ല
നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബാച്ചിൽ ഞാൻ ആ പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ RTP വീഡിയോ നോക്കുക. RTPക്കകത്ത് SF501 ക്വസ്റ്റൻ ഉണ്ട്, കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. RTP ചാപ്റ്റർ വൈസ് അല്ലേ. SF501 ഓഡിറ്റർ അറ്റൻഡിംഗ് ഇൻവെന്ററി കൗണ്ടിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന 4 പോയിന്റ്സ് ഉണ്ട്. പ്രൊസീജിയേഴ്സ്, മാനേജ്മെന്റിന്റെ കൗണ്ട് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, അതിനെ ഒബ്സർവ് ചെയ്യണം, ടെസ്റ്റ് കൗണ്ടിംഗ് നടത്തണം, അങ്ങനത്തെ 4 മെത്തേഡ്സ് ഉണ്ട് പ്രൊസീജിയർ. അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഓഡിറ്റർ അറ്റൻഡിംഗ് ഇൻവെന്ററി കൗണ്ടിങ്ങിന്റെ ആ ഒബ്ജക്റ്റീവ്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദാറ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓർത്ത് വെക്കുക. അതേപോലെ സ്റ്റോക്ക് ഇസ് ലൈങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് തേർഡ് പാർട്ടി, ഇത് MCQs സ്ഥിരമായിട്ട് വരുന്ന ടോപ്പിക്കാണ്, അത് നോക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആകെ 2 പോയിന്റേ ഉള്ളൂ, ആ 2 പോയിന്റ് നോക്കി വെക്കുക. അതേപോലെ SF501 ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിൽ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ എടുത്ത് എൻക്വയറി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ലെറ്റർ ഓഫ് എൻക്വയറി, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എന്തൊക്കെയാണ് എൻക്വയറി ചെയ്യേണ്ടത്, സെഗ്മെന്റ് റിപ്പോർട്ടിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഒരു പാരഗ്രാഫ് ഉള്ളത് ആ പാരഗ്രാഫും പഠിച്ചു വെക്കുക. Jan 25 എക്സാം ചോദിച്ചിട്ടുണ്ട്. Now coming to 510, ഈ ഓപ്പണിംഗ് ബാലൻസസിൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഭാഗം മാത്രം നോക്കി വെക്കുക. 530 വലിയ essay ആണ്, അതൊന്നും ലാസ്റ്റ് മിനിറ്റ് ഫുള്ള് ഇന്ന് ഡെപ്തിൽ പഠിക്കാൻ സമയമൊന്നുമില്ല. സാമ്പിളിംഗ് റിസ്ക് എന്താണ് എന്ന് നോക്കുക. അതേപോലെ സാമ്പിളിംഗ് റിസ്കിന് ക്യാൻ ഹാവ് 2 ടൈപ്സ് ഓഫ് ഇറ്റ് ക്യാൻ ഹാവ് 2 എഫക്ട്സ് ഓൺ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസിനെ ബാധിക്കാം. ഒപ്പീനിയൻ ബാധിക്കത്തില്ല, എഫക്റ്റീവ്നെസ്സിനെ എഫിഷ്യൻസിനെ ബാധിക്കാം എന്നുള്ള 2 എറോണിയസ് കൺക്ലൂഷൻസ് 2 വരാം. ആ ടോപ്പിക്കിലാണ് പഠിക്കുക. അതേപോലെ സാമ്പിളിംഗ് ടെക്നിക്സ് ഒന്ന് നോക്കി വെക്കുക. ഈ റാൻഡം സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, മോണിറ്ററി യൂണിറ്റ് സാമ്പിളിംഗ്, ഇന്റർവെൽ സാമ്പിളിംഗും ബ്ലോക്ക് സാമ്പിളിംഗും ഇത് ബേസ്ഡ് ആയിട്ട് MCQs റീസെന്റ് ട്രെൻഡിൽ കാണുന്നുണ്ട്. MTPയിലൊക്കെ അത് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് SF570 ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഓഡിറ്റർ എന്തൊക്കെ ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിലത്തെ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓൾസോ SF570 ലാസ്റ്റിലത്തെ ഫ്ലോ ചാർട്ടും കൂടി നോക്കുക. അതായത് ബേസ്ഡ് ഓൺ മാനേജ്മെന്റ് റെസ്പോൺസ് നമുക്ക് എങ്ങനെയാണ് ഈ ഗോയിങ് കൺസേൺ സിറ്റുവേഷൻസ് നമ്മുടെ ഒപ്പീനിയനെ ബാധിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്ന ഫ്ലോ ചാർട്ടില്ലേ നമ്മുടെ ബുക്കിൽ, അത് നോക്കുക. ഇതാണ് ഇന്ന് നൈറ്റ് തീർക്കേണ്ട സംഭവം. ഇത് 5 hours തീർത്തിരിക്കണം. ഓക്കെ, ആ രീതി അത് മനസ്സിൽ വെച്ച്, ആ ടൈം റെഫറൻസ് മനസ്സിൽ വെച്ചിട്ട് വേണം തുടങ്ങാൻ. അല്ലാണ്ട് നിങ്ങൾ അന്തമില്ലാണ്ട് വെറുതെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സംഭവം തീരത്തില്ല. ഓക്കെ, ഈ ഒരു ടൈം ഫ്രെയിം മനസ്സിൽ വെച്ചിട്ട് ഇത് ചെയ്യാം. 5 hours എനിക്ക് ഇത്രയും ടോപ്പിക്സ് തീർക്കാനുണ്ട് എന്ന ബോധത്തിൽ വേണം ഓരോന്നും വായിക്കാനായിട്ട്. അല്ലാണ്ട് അനാവശ്യമായിട്ട് ടോപ്പിക് വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ പോയാലേ ഈ മെയിനായിട്ട് RTP, MTP, പാസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇത്രയും സമയത്തിനകത്തൊന്നും തീർക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ദിവസം 12-ാം തീയതി നാളെ, ഓക്കെ, രാവിലെ വെളുപ്പിന് 5:00 എണീക്കുക. നിങ്ങളിപ്പോൾ കിടക്കുന്ന രാത്രി ഞാൻ ഒരു 12:30 വരെയുള്ള സമയം വെച്ചിട്ടുള്ള 12:30 കിടക്കുക, 5:30 എണീക്കുക, ഒരു 5 മണിക്കൂർ പ്രോപ്പറായിട്ട് കിടക്കുക എന്തായാലും. ഇനി സ്ട്രിക്ട്ലി ഇപ്പോൾ നിങ്ങൾ രാത്രി 1:30 വരെ പഠിക്കുകയാണെങ്കിൽ രാവിലെ 6:00 എണീറ്റോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഒരു ഐഡിയ കിട്ടിയല്ലോ, അതാണ് അതിന് തരുന്നതിന് ഉദ്ദേശം. 12 സെപ്റ്റംബറിൽ രാവിലെ 5:30 എഴുന്നേറ്റിട്ട് ആദ്യത്തെ ഒരു 3.5 മണിക്കൂർ രാവിലെ ഫ്രഷ് ആയി നിൽക്കുന്ന 3.5 മണിക്കൂറിൽ essay നോക്കണ്ട. ഓക്കെ, ചുമ്മാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് തന്നെ essay നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങി പോകും. വീണ്ടും ബാങ്ക് ഓഡിറ്റും ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ്സും രാവിലെ ഫ്രഷ് ആയി നിൽക്കുന്ന സമയത്തേക്ക് തീർക്കുക. മാർക്ക് വെയിറ്റേജ് വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും ഫുൾ ആദ്യം തൊട്ടേ വായിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സ്ട്രൈറ്റ് NPA ക്ലാസിഫിക്കേഷൻ, NPA നോംസ്, ഓരോ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എങ്ങനെയാണ് NPA ആവുക, പ്രത്യേകിച്ച് അഗ്രി അഡ്വാൻസസ്, CCOD അക്കൗണ്ട്സ്, മറ്റേ കൺസോർഷ്യം അഡ്വാൻസ്, സെൻട്രൽ ഗവൺമെന്റ് ബാക്ക് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഉള്ള കേസസിലത്തെ അഡ്വാൻസസ്, ഇതിന് ഓരോന്നിന്റെയും NPA ക്ലാസിഫിക്കേഷൻസ് എങ്ങനെ മാറുന്നു, പ്രൊവിഷനിങ് നോംസ് എങ്ങനെയാണ്, ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ. ക്ലാസ് അറ്റൻഡായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിൽ ഉണ്ടാവില്ല, അത് ചെയ്താൽ മതി. കഴിഞ്ഞ ടെൻഡർക്ക് ഡിറ്റോ ക്വസ്റ്റൻസ് വന്നേക്കുന്നത്. DP ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ബാങ്ക് ഓഡിറ്റ് ലാസ്റ്റിലത്തെ 3 നോട്ട്സ്, അതായത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഇൻകം എങ്ങനെ ചെക്ക് ചെയ്യും, ബാങ്കിന്റെ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ എങ്ങനെ ഓഡിറ്റ് ചെയ്യും. ഈ NPA നോംസ്, പ്രൊവിഷനിങ്, DP കമ്പ്യൂട്ടേഷൻ, ആ സ്ഥലത്തെ 3 നോട്ട്സ് അത് മാത്രം നോക്കിയാൽ മതി ബാങ്കിൽ. അതിനുശേഷം കം ടു ഡിഫറെന്റ് എൻറ്റിറ്റീസ്. അത് മാത്രം നോക്കിയാൽ എന്ന് വെച്ചാൽ ഫുൾ കഴിഞ്ഞൊരു സമയമാണെങ്കിൽ പിന്നെ ബാക്കി കൂടെ നോക്കിയോ. ഇത് ആദ്യം നോക്കുക. ഓക്കെ, ഡിഫറെന്റ് എൻറ്റിറ്റീസിൽ ഈ ഗവൺമെന്റ് ഓഡിറ്റ് ഇത്തവണ വലിയ ഫോക്കസിൽ ഞാൻ വെക്കുന്നില്ല. കഴിഞ്ഞ തവണ അത് അത്യാവശ്യം നന്നായിട്ട് വന്നു. അത് എപ്പോഴും ഫ്രീക്വന്റ് ചോദിക്കുന്ന സാധനമല്ല. നമുക്ക് തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് അത് കൊടുക്കുന്നില്ല. ഓൾസോ അഗൈൻ ഐ എം സെയിങ് ദിസ് ഡിസ്ക്ലെയിമർ, ഐ എം അസ്യൂമിംഗ് ദാറ്റ് നിങ്ങൾ ഓൾറെഡി ഫുൾ ചാപ്റ്റർ എല്ലാം പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ റിവിഷൻ ലാസ്റ്റ് മിനിറ്റിൽ നോക്കുന്നുള്ളൂ എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിനെ ഒരു സോൾ സ്റ്റഡി ഇത് മാത്രം പഠിച്ചാൽ മതി അങ്ങനെയല്ല ഞാൻ പറയാം. ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിട്ട് ഇനി വീണ്ടും ലാസ്റ്റ് മിനിറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിന്റെ പ്രിൻസിപ്പിൾസും അതൊന്നും നോക്കി അധികം സമയം കളയണ്ട. എന്നാലും ഞാൻ തീരെ മറ്റേ C&G റൂൾസും മറ്റേ ഡ്യൂട്ടീസ്, പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അതൊന്നും എഴുതിയ സമയം കളയുന്നില്ല. എക്സ്പെൻഡിച്ചർ ഓഡിറ്റിന്റെ 2 പ്രിൻസിപ്പിൾസ്, റെഗുലാരിറ്റി ഓഡിറ്റിന്റെ റൂൾസ് എന്നും പ്രൊപ്പറൈറ്റിയുടെ ഫാക്ടേഴ്സും, ഒരു C&G റൂൾസ് പ്രകാരമുള്ള പ്രൊപ്പറൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമുണ്ട്. ആ പോയിന്റ്സ് പ്രൊപ്പറൈറ്റിയും റെഗുലാരിറ്റി ഓഡിറ്റും നോക്കി വെച്ചോ. ലീസ്
ഹയർ പർച്ചേസ് കമ്പനി LLP നോക്കിക്കോളൂ. LLP MTP RTP എന്നോ കണ്ടിട്ടുണ്ട് റീസെന്റ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ആ ഡിഫറെന്റ് എൻറ്റിറ്റീസിലെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ വിബ്ജി ഓർ കളർ ഫോർമാറ്റ് വെച്ചിട്ട് ഒരു സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനുശേഷം ചാർട്ടർ ഡോക്യുമെന്റ്സ്, ഇൻഫോ സർഫസിൽ ആ ഫോർമാറ്റ്, ആ ഫോർമാറ്റിൽ ഈ സ്കൂൾസ് നോക്കുക, ഹോസ്പിറ്റൽസ് നോക്കുക, NGOന്റെ ഡൊണേഷൻസ് അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒരു NGOക്ക് ഡൊണേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡൊണേഷൻസിന്റെ റെസീപ്റ്റ്, ആ ഡൊണേഷൻ വാങ്ങിക്കുന്നതും ഡൊണേഷൻ സ്പെൻഡ് ചെയ്യുന്നതിന്റെയും ഓഡിറ്റ് എങ്ങനെ ചെയ്യും, ഇത് RTPയിൽ കാണാൻ പറ്റും. RTPക്കകത്ത് ഈ അക്കൗണ്ടിങ് ഫോർ ഡൊണേഷൻസ് ഓഫ് NGO നോക്കിയോ, ഞാൻ RTPയിലും അത് പെടുത്തിയിട്ടുണ്ട്, വരാൻ ചാൻസ് ഉണ്ടെന്ന്, അത് നോക്കിയോ. കുറച്ച് അറ്റംപ്റ്റുകളായിട്ട് RTP MTPയിൽ ഇത് വരുന്നുണ്ട്, എക്സാമിന് വരുന്നില്ല, എപ്പോൾ വേണേൽ വരാൻ ചാൻസ് ഉണ്ട്, അത് നോക്കിയോ. ദെൻ ഗോ ടു ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വായിച്ച സമയങ്ങളുടെ നേരെ മൾട്ടി സെറ്റിലോട്ട് പോവാ. മൾട്ടി സെറ്റിന്റെ ലാസ്റ്റിലുള്ള സെക്ഷൻ 77, 78, 79 ആ 3 സെക്ഷൻസ് നോക്കുക. ഏറ്റവും ബുക്കിൽ, നമ്മുടെ ബുക്കിന്റെ ലാസ്റ്റിൽ ചാരിറ്റബിൾ സൊസൈറ്റി, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് വേണ്ട ഒരു 1.5 പേജിലെ അതൊന്ന് ജസ്റ്റ് സിംപ്ലി റീഡ് ചെയ്തേക്ക്. പ്രത്യേകിച്ചും ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റിന്റെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പേജിൽ അതിന്റെ സെക്ഷൻസ്, അതായത് പബ്ലിക് ട്രസ്റ്റ് ആക്ട് ആണോ വരിക, അതോ വേറെ ആക്ട് ആണോ വരിക, അങ്ങനെ കുറച്ച് പറയുന്നുണ്ട്. ഏത് ആക്ട് ആപ്ലിക്കബിൾ ആവും, ഇവർക്ക് എന്തൊക്കെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഒരു ടോപ്പിക്ക് മാത്രം ഒന്ന് വായിച്ചു വെക്കുക. മോർണിംഗ് നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂർ രാവിലത്തെ സമയമല്ലേ, ഫ്രഷ് ആയിട്ടിരിക്കല്ലേ, ഇത് സുഖമായിട്ട് തീർക്കാൻ പറ്റണം. ഓക്കെ, ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് രാവിലെ 10 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 1:30 വരെയുള്ള സമയത്തിൽ നമ്മുടെ അടുത്ത മെയിൻ സാധനം, ഇത്രയും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണ്ട് പാസ്സാവും ഒരു 45-50 റേഞ്ചിലോട്ട് സംഭവങ്ങൾ ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നാളെ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുക. ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് ഐറ്റത്തിൽ ആദ്യം പഠിക്കുന്ന സംഭവം അസേഷൻസ് ആണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള എൻ്റെ സെപ്റ്റംബറിലോട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഓഫ്ലൈൻ ക്ലാസ് ഇരുന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ 13, 16, 15 ഡിപ്പെൻഡിങ് ഓൺ വേർ യു അറ്റൻഡ് ദ ക്ലാസ്, ഒരു ഇലിസ്ട്രേഷൻസ് ഉണ്ടാവും അല്ലേ. അസേഷൻസിന്റെ തിയറിയൊക്കെ നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പഠിക്കുന്നതാണ്. അതിൽ നോട്ട്ബുക്ക് തന്നിട്ടുള്ള ആ ഇലിസ്ട്രേഷൻസ് നന്നായി പഠിക്കാം. ഇലിസ്ട്രേഷൻസ് നോക്കിയോ, അതിൻ്റെ അകത്തുനിന്ന് ആ ഇലിസ്ട്രേഷൻസ് ആയിരിക്കും എന്ത് വരാൻ പോകുന്നത് എക്സാമിന്. MCQ അസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള MCQ ഡെഫിനറ്റ് ആണ്. 99% ചാൻസ് ഉണ്ട് അസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനായിട്ട്. അത് വരും, അതെല്ലാ അറ്റംപ്റ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ 15 ഇലിസ്ട്രേഷൻസ് പഠിക്കുക, അതും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ മറ്റേ ഇനിയിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ്, ഇലിസ്ട്രേഷൻസ് ഇല്ല, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് റെക്കോർഡ് ക്ലാസ് മേടിച്ചിട്ടുള്ള ഇലിസ്ട്രേഷൻസ്, ക്ലാസ് റൂം ഇലിസ്ട്രേഷൻസ് കയ്യിലില്ല എങ്കിൽ ജസ്റ്റ് ഗിവ് മി എ വാട്സ്ആപ്പ് മെസ്സേജ്, ഞാൻ വാട്സാപ്പിൽ അതിന്റെ ഫോട്ടോ അയക്കാം. പിള്ളേരുടെ നോട്ട്സിന്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്, അത് ഞാൻ അയക്കാം. ഓക്കെ, നമുക്ക് തരാം. അതിനുശേഷം നമ്മുടെ അവിടുത്തെ ഡിഫറെന്റ് ഐറ്റത്തിൽ 15 ഐറ്റംസ് ആണുള്ളത് അല്ലെ. ആ 15 ഐറ്റത്തിൽ ആദ്യത്തെ 10 എണ്ണത്തിന് നമുക്ക് ഫ്രെയിംവർക്ക് ഉണ്ടെന്ന് അറിയാം. അവസാനത്തെ 5 എണ്ണത്തിന് ഫ്രെയിംവർക്ക് ഇല്ല. ആ അവസാനത്തെ 5 എണ്ണം വായിക്കുക. ബാക്കി ആദ്യത്തെ 10 എണ്ണത്തിന്, അതായത് സെയിൽസ്, പർച്ചേസ്, ഷെയർ ക്യാപിറ്റൽ, PP ആ ഐറ്റംസിലെ അതിന് ഫ്രെയിംവർക്ക് നോക്കിയതിനു ശേഷം ഫോക്കസ് ഓൺ നമ്മുടെ മെയിൻ സ്ട്രാറ്റജി. 5 പോയിന്റ് സ്ട്രാറ്റജി ഉണ്ട്. എന്താ ഈ 5 പോയിന്റ് സ്ട്രാറ്റജി? റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, വാല്യുവേഷൻസ്, കംപ്ലീറ്റ്നെസ്. ഈ 3 അസേഷൻസ് ഫ്രെയിംവർക്കിലത്തെ ആദ്യത്തെ 10 ഐറ്റത്തിന്റെ ഈ 3 അസേഷൻസിന്റെ 5 പോയിന്റ് വീതം ഒരു ബുക്ക് എഴുതി ഇഷ്ടമുള്ള പോയിന്റ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെയും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ രാവിലെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല, കുറച്ചെന്തെങ്കിലും ചെയ്തിട്ട് പോവാം. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സ് പഠിക്കുക. ഞാൻ എപ്പോഴും ക്ലാസ്സിലും പറഞ്ഞ സംഭവമാണ് അത്. RTP MTP വീഡിയോസ് റിപ്പീറ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണത്, അത് നോക്കുക. പിന്നെ നമ്മുടെ ഏറ്റവും ഓഡിറ്റ് ഡിഫറെന്റ് ചാപ്റ്ററിന്റെ ബാക്കിൽ ഒരു 10 ഡിസ്ക്ലോഷേഴ്സ് അല്ലേ, സിമ്പിൾ സാധനങ്ങൾ കാരോ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന സംഭവം, അത് നോക്കുക. AS, ഇനി ASും ലോയൊന്നും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നോക്കണ്ട, ലാസ്റ്റ് മിനിറ്റ് നോക്കാൻ സമയമില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് ഇത് ഓൾറെഡി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ AS 2, 10, 26, അതേപോലെ ലോയിലത്തെ 52, 53, 54, 66 ഈ 4 സെക്ഷൻ. ലോയിനെ പറ്റിയിട്ട് ഓർക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലെന്ന് അറിയാം, എന്നാലും ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചിട്ട് ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക. എവിടെ അക്കൗണ്ട്സിന്റെ ലോഡിങ് ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട. നമ്മുടെ ഓഡിറ്റ് ഡിഫറെന്റ് ഐറ്റം ചാപ്റ്ററിൽ ഈ ടോപ്പിക്സിന് എന്തൊക്കെ നോക്കണം എന്ന് നമ്മുടെ ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്, ഞാൻ ഓഡിറ്റിന്റെ ബുക്കിൽ അല്ലെ. അത് നോക്കിയിട്ട് പോവാം, ഈ സെക്ഷൻസ് നോക്കിയിട്ട് പോവാം കേട്ടോ. ഇതിൽ മറ്റേ സെക്യൂരിറ്റീസ് പ്രീമിയം ഏതൊക്കെ പർപ്പസ് വേണ്ടി അപ്ലൈ ചെയ്യും അത് നോക്കിക്കോ. വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ICI ഫേവറേറ്റ് ഏരിയ ആണ്, അത് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ AS 26 എനിക്ക് തോന്നുന്നു ജാൻ എക്സാമിന് May എക്സാമിന് ഒരു ചോദിച്ചു, 2 അറ്റംപ്റ്റ് അടുപ്പിച്ച് ചോദിച്ചു. സോ സെപ്റ്റംബർ വരാൻ ചാൻസ് കുറവാണ്. എന്നാലും പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെന്റ്സ് ഉണ്ട്. റവന്യൂ റെക്കഗ്നിഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. റവന്യൂ റെക്കഗ്നിഷൻ കൂടി വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. AS 9 ഇരിക്കട്ടെ ഇവിടെ. AS 2 ഉണ്ടല്ലോ, റോ മെറ്റീരിയൽസ്, WIP, ഫിനിഷ് ഗുഡ്സ്,
ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, അത് ഏറ്റവും ഓഡിറ്റ് 15 ഐറ്റത്തിന്റെ ഏറ്റവും ബാക്കിലോട്ട് കാണാൻ വേണ്ടി പറ്റും. ഇൻവെന്ററിയുടെ ഏറ്റവും ലാസ്റ്റിൽ കാണാം, വാലുവേഷനിൽ അവിടെ കാണാൻ പറ്റും. അത് നോക്കിക്കോട്ടോ, അത് സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചോ. ഓക്കെ, ഏതാ മനസ്സിലായില്ലേ? ഓഡിറ്റ് ഡിഫറെന്റ് ഐറ്റത്തില് 15 ഐറ്റത്തിലെ ഐറ്റമാണ് ഇൻവെന്ററി. ഇൻവെന്ററിയുടെ വാലുവേഷൻ ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് RM, WP, FG. അത് ബേസ് ആയിട്ട് എനിക്കൊന്ന് RTP ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ഫുൾ ഉച്ച 10 to 1:30 നാളെ 3.5 മണിക്കൂർ ഇത് വെച്ചിരിക്കരുത്. ഫ്രെയിംവർക്ക് നോക്കുക, അസർഷൻസിന്റെ 15 ഇലിസ്ട്രേഷൻ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിക്കുക. ഈ 5 പോയിന്റ്സ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി വെക്കുക, സെറ്റാക്കുക. അതിനുശേഷം ഇതൊന്ന് ഒട്ടിച്ച് നോക്കുക ഈ പോർഷൻസ്. അതിനുശേഷം ഇന്റേണൽ കൺട്രോളിന്റെ ലിമിറ്റേഷൻസ് നോക്കിക്കോളൂ. ഓക്കെ, ഇന്റേണൽ കൺട്രോൾ ചാപ്റ്ററിലെ അന്ന് ലിമിറ്റേഷൻസ്, ടൂൾസ് ഫോർ ഇവാലുവേറ്റിംഗ് നോക്കുക, മറ്റേ നാരറ്റീവ് റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റ്, ഫ്ലോ ചാർട്ട്, ICQ, ആ ടോപ്പിക്സ്. ഓട്ടോമേറ്റ് എൻവയോൺമെന്റ് നന്നായിട്ട് പഠിച്ചോ. ഓട്ടോമേറ്റ് എൻവയോൺമെന്റ് എന്താണ്, ഡാറ്റ അനലിറ്റിക്സ് എന്തിനാ വേണ്ടിയിട്ടാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം ടെക്നിക്സ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും, ഒരു ഓട്ടോമേറ്റ് എൻവയോൺമെന്റിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് എൻറ്റിറ്റി ആൻഡ് എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത്, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിന്നെ മറ്റേ ഇത് ടൂൾസ്, ഓട്ടോമേറ്റ് എൻവയോൺമെന്റിലത്തെ കൺട്രോൾസ്, ജനറൽ IT കൺട്രോൾസ്, ബാക്ക് എൻഡ് കൺട്രോൾസ്, ആപ്ലിക്കേഷൻ കൺട്രോൾസ്, ഫ്രണ്ട് എൻഡ്, IT ഡിപ്പെൻഡന്റ്. അതിലെ ജനറൽ IT കൺട്രോൾസിന്റെ ഹെഡിങ്സ് ഓരോന്നും പഠിച്ചു വെച്ചോ. ഹെഡിങ്സ് അതുള്ള ആക്ടിവിറ്റീസും വായിച്ചു വെച്ചോ. ആക്ടിവിറ്റീസ് എഴുതാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ആക്ടിവിറ്റീസ് MCQ കാണിച്ചിട്ട് അത് ഏതിന്റെ ഭാഗമാണെന്ന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ കമ്മിങ് റീസെന്റ്. ആ ഒരു ഏരിയ ഫോക്കസ് വരുന്നുണ്ട്. ഓട്ടോമേറ്റ് എൻവയോൺമെന്റ് ഒന്ന് നോക്കിക്കോളൂ, സൂക്ഷിച്ചോളൂ. എന്നിട്ട് നാളെ ലഞ്ചിന് ശേഷം, ലഞ്ചിന് മുമ്പ് ഇത് തീർത്തേ പറ്റൂ. മോർണിംഗ് ലഞ്ചിന് മുമ്പ് ഇത് തീർത്തതിന് ശേഷം ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെയിൻ ടോപ്പിക്സ് ഒക്കെ ആയി എന്നൊരു സന്തോഷത്തിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം. എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സിന്റെ തിയറി, അതായത് മറ്റേ SA, SRE, SA, SRS, മറ്റേ അഷുറൻസ് എൻഗേജ്മെന്റ്സ് 2 ടൈപ്പ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷന്റെ മേളിലും അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ മേളിലുള്ള 2 ടൈപ്പ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മേളിൽ റീസൺ ക്വസ്റ്റൻസ് നൽകുന്ന ഓഡിറ്റ്, ലിമിറ്റേഷൻസ് നൽകുന്ന റിവ്യൂ, ആ ടോപ്പിക്. എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് തിയറി ക്വിക്ക് റീഡിംഗ്, അതൊക്കെ 30 മിനിറ്റ് എടുക്കരുത്. SA 210 പ്രീ കണ്ടീഷൻസ് നോക്കി വെച്ചോളൂ. പ്രീ കണ്ടീഷൻ ഓഫ് ഓഡിറ്റ് ഐ തിങ്ക് MTP 2 വന്നിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റിന്റെ കണ്ടന്റും ഏതൊക്കെ സർക്കംസ്റ്റാൻസസിൽ എൻഗേജ്മെന്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും പഠിച്ചോ. ആ സർക്കംസ്റ്റാൻസസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഈ 2 ടോപ്പിക് ഞാൻ ഈ തരുന്ന ടോപ്പിക്ക് മാത്രം വായിച്ചിട്ട് പോവാ. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഫുൾ ഒരു essay എടുത്ത സ്ഥിതിക്ക് ഞാൻ ഫുള്ള് വായിക്കും, അങ്ങനെ നോക്കല്ലേ, കാരണം സമയം തികയത്തില്ല. ഈ പറയുന്ന ഐറ്റംസ് മാത്രം വായിച്ച് പോകാൻ തന്നെ ഇത്രയും സമയം എടുക്കും. ഓക്കെ, ഇത് വായിച്ചിട്ട് സമയം ബാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ഈ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്, എന്നാലേ നമുക്ക് ഒബ്ജക്റ്റീവ് നേടാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം SA 220 കുറച്ച് വലിയ സാധനമാണ്. ഫസ്റ്റ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യം ഇത് പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും നടക്കത്തില്ല ഇത് ഫുൾ വായിക്കാനായിട്ട്. SA 220 SQC 1 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഫേം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് VP പറയുന്നില്ലേ, അതിന് ഈ എത്തിക്കൽ റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻസ്, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി, ഈ 3 ഹെഡിങ്സിന്റെ അകത്ത് ഫേം എന്ത് ചെയ്യണം, EP എന്ത് ചെയ്യണം, അത് വായിച്ചു വെക്കണം. അത് മാത്രം വായിക്കുക, അതെങ്കിലും വായിക്കുക. അതിനുശേഷം SA 299 ജോയിന്റ് ഓഡിറ്റ് പ്ലാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ജോയിന്റ് ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ ചോദിച്ചു, മെയിലിൽ ചോദിച്ചു. ആ ചോദിക്കാൻ വെച്ചാൽ ഇവിടെ ഇനി ചോദിക്കാൻ SA 299 വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതൊക്കെ B കാറ്റഗറി ആയി കഴിഞ്ഞു. ഓക്കെ, നാളെ ഉച്ച വരെയുള്ള, അതായത് ഇന്റേണൽ കൺട്രോൾ വരെയുള്ള ഈ ടോപ്പിക്കാണ് A കാറ്റഗറി ടോപ്പിക്സ്. ഇനിയിപ്പോൾ പറഞ്ഞെല്ലാം B കാറ്റഗറിയാണ്, പ്രോബിലിറ്റി കുറച്ച് കുറവാണ്. ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ജോയിന്റ് ഓഡിറ്റ് പ്ലാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ആ ടോപ്പിക്സ്, അതേപോലെ ജോയിന്റ് ഓഡിറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചു വെക്കുക. ആൻഡ് ആഫ്റ്റർ യുവർ ടീ ബ്രേക്കിന് ശേഷം ഇത് 2 hours കാര്യങ്ങൾ, ഞാൻ ഈ 210, 220, 299 വെറും 2 hours കാര്യങ്ങൾ മാത്രമാണ്. ആഫ്റ്റർ യുവർ ടീ ബ്രേക്ക് ഒരു 4:30 ശേഷം 6:30 വരെ 2 മണിക്കൂർ SA 315 നമ്മുടെ റിസ്ക് അസസ്മെന്റ്. ആ റിസ്ക് അസസ്മെന്റിന്റെ കൂടെ ഓഡിറ്റ് റിസ്ക് കാഷ്വൽ റീഡിംഗ് മതിക്കോട്ടോ. ഓഡിറ്റ് റിസ്കിന്റെ ടോപ്പിക് ഞാൻ എഴുതിയിട്ടില്ല. ഓഡിറ്റ് റിസ്ക് അതായത് ROM എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, CR, IR എന്താണ്, DR എന്താണ്, ജസ്റ്റ് ഒന്ന് ഒരു ഡീറ്റെയിൽഡ് ലെക്ചർ നോട്ട്. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ, നിങ്ങൾ അക്കൗണ്ട് ക്ലാസ് വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് റിസ്ക് ലെക്ചർ നോട്ട് ഉണ്ടാവില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതിനുശേഷം SA 315 ടെക്സ്റ്റ് ബുക്കിൽ എൻറ്റിറ്റിനെയും എൻവയോൺമെന്റിനെയും മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സിനകത്ത് എൻക്വയറീസ് നടത്തേണ്ടത് ആരോടൊക്കെയാണ്, ആ എൻക്വയറി ആരോടൊക്കെ എൻറ്റിറ്റി പേഴ്സൺസ് ആരത്തൊക്കെ എൻക്വയറി ചെയ്യണം, അത് നോക്കി വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എൻറ്റിറ്റി ആൻഡ് എൻവയോൺമെന്റിന്റെ ലിസ്റ്റിലത്തെ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ദ റെലവന്റ് ഇൻഡസ്ട്രി റെഗുലേറ്ററി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ചാൽ എന്തൊക്കെയാണ്, അതും ചെറിയ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊന്ന് നോക്കി വെക്കുക 315. അതിനുശേഷം 320 മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്തെല്ലാം അസംഷൻസ് എടുക്കും. ഓക്കെ, വാട്ട് ആർ ദ അസംഷൻസ് ഇൻവോൾവ് ഇൻ മേക്കിംഗ് ഫിക്സിംഗ് മെറ്റീരിയൽ, വാട്ട് ഇസ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി, ബെഞ്ച് മാർക്കിംഗ്, അതിന്റെ ഫാക്ടേഴ്സ്, ഇത് നോക്കി വെക്കുക.
അതിനുശേഷം SA450 നമ്മുടെ ലെക്ചർ നോട്ട് 4 സ്റ്റെപ്പ് 1 2 3 4 4 സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്സ് ഒന്ന് നോക്കി വെച്ചോ. ഇതുവരെ നമ്മുടെ മെയ് 2024 സെപ്റ്റംബർ 24 ജാൻ 2025 മെയ് 2025 വരെയുള്ള കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ഈ മെയ് വരെയുള്ള RTP, MTP1, MTP2 പാസ്റ്റ് എക്സാംസ് ഒന്നിലും SA450 വന്നിട്ടില്ല. ആദ്യമായിട്ട് സെപ്റ്റംബർ 25 RTPയിലോ MTPയിലോ എഴുതുക ആദ്യമാണ്, ഫോർ ദ ഫസ്റ്റ് ടൈം SA450 ദേ ഹാവ് ബ്രോട്ട്. ഓക്കെ, ഐ ഡോണ്ട് റിമെമ്പർ കറക്റ്റ് ആയിട്ടത് RTP ആണോ MTP ആണോ. അതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ SA450 നോക്കിക്കോ, ഒരു പ്രോബിലിറ്റി ഉണ്ട്. ആൻഡ് SA505 കം ടു SA505 എക്സ്റ്റേണൽ കൺഫർമേഷനിൽ എന്താണ് പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ റിക്വസ്റ്റിനെ ഡിസൈൻ ചെയ്യാൻ വെദർ ഷുഡ് യു പെർഫോം എക്സ്റ്റേണൽ കൺഫർമേഷൻ ആസ് പാർട്ട് ഓഫ് യുവർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഹൗ ടു ഡിസൈൻ കൺഫർമേഷൻ ലെറ്റർ, ഈ കൺഫർമേഷൻ റിക്വസ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യും തേർഡ് പേഴ്സൺസിനെ അയക്കാനായിട്ട്, ആ ഡിസൈനിങ്ങിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നോക്കി വെക്കുക. അതേപോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നെഗറ്റീവ് കൺഫർമേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറ്റുക, അതും നോക്കി വെക്കുക. SA505 അതിക്കുള്ളൊന്നും നോക്കി സമയം കളയണ്ട. ആൻഡ് നൈറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് ഫ്രഷ് ആയിട്ട് നാളെ നൈറ്റ് 3 മണിക്കൂർ ഇരുന്നാൽ പോരാ, ഒരു 4-4.5 മണിക്കൂർ ഇരിക്കേണ്ടി വരും. ഓക്കെ, എന്നാലും 7:30 to 12 വരെ ഞാൻ വെച്ചിട്ടുള്ളൂ. 12 തീർക്കണ്ട. ഓക്കെ, നിങ്ങൾ തൊട്ട് മുകളിലത്തെ ടോപ്പിക്സ് ഒക്കെ ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ 12, 1 മണി, 1:30, 2 അങ്ങനെ പോകാൻ ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. ഒരു മിനിമം 5-5.5 മണിക്കൂർ ഉറങ്ങാണ്ട് എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാലും ഓഡിറ്റിംഗ് പോലത്തെ തിയറീസ് ആണ് നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും, ഉറക്കം വരികയൊക്കെ ചെയ്യും. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയാൻ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ തലേ ദിവസവും ഉറങ്ങിയിട്ടില്ലെങ്കിലും അടുത്ത ദിവസം എക്സാം ആകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രെയിൻ ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്നോളൂ, കുഴപ്പമില്ല, എഴുതും, സർവൈവ് ചെയ്യും. പക്ഷെ CA എക്സാം ആണ്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ അവർക്ക് തിയറി പേപ്പറൊക്കെ വരുമ്പോൾ എങ്ങനെ എത്രമാത്രം ടഫ് ആക്കാന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. സപ്പോസ് എക്സാം ഒന്ന് ട്രിക്കി ക്വസ്റ്റൻസ് ഇട്ടു, ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻസ് ഇട്ടു, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തലയിൽ വരുന്നില്ല, ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് എഴുതേണ്ട സിറ്റുവേഷൻസ് ആണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. തലേ ദിവസം നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പതുക്കെ അങ്ങ് ആ എക്സാം ഹാളിന്റെ ആ ഒരു സൈലൻസും പിന്നെ ഉച്ച സമയത്ത് ഒരു ചെറിയ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി, കടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് മിനിമം തലേ ദിവസം ഒരു 5.5-6 മണിക്കൂർ ഉറങ്ങണം. അത് 12 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ സെഗ്മെന്റ് വെച്ചേക്കുന്നത്. ലാസ്റ്റ് വന്നിട്ട് SA520 അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് വായിക്കണ്ട, കാരണം എക്സാമിന്റെ തലേദിവസം രാത്രിയാണ്. അനലിറ്റിക്കൽ പ്രൊസീജിയറിനെ ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാൻ ആവശ്യമുള്ള ഫാക്ടേഴ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഓഡിറ്റ് പ്രൊസീജിയറിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ ഏറ്റവും ലാസ്റ്റില് ഇൻവെന്ററി സംബന്ധിക്കുന്ന 3 റേഷ്യോസ് ഉണ്ട്. ഈ 3 റേഷ്യോസ് ഇല്ല, 2 റേഷ്യോസ് ഉണ്ട്. സ്റ്റോക്ക് ഇൻവെന്ററി കോമ്പോസിഷൻ റേഷ്യോ, കൺസംഷൻ റേഷ്യോ, സ്റ്റോക്ക് കൺസംഷൻ റേഷ്യോ, സ്റ്റോക്ക് കോമ്പോസിഷൻ റേഷ്യോ. ആ ഒരു 2 റേഷ്യോസിന്റെ തിയറി നിങ്ങളുടെ ബുക്കിന്റെ ലാസ്റ്റ് SA520 ടെക്സ്റ്റ് ബുക്കിന്റെ താഴെ തന്നെ എഴുതിപ്പിച്ചിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് പോയിക്കോളൂ. കാരണം ഇത്തവണത്തെ MTPയിൽ അത് വന്നിട്ടുണ്ട്, MTP RTP വന്നിട്ടുണ്ട്. SA550 അതിനുശേഷം ഓക്കെ. SA520 ഈ ഫാക്ടേഴ്സും ഈ ടോപ്പിക്സും മാത്രം വായിക്കുക. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, സ്ട്രക്ചറൽ മോഡലിംഗ്, റീസണബിൾ സിസ്റ്റം, അത് നോക്കുക. SA550 കം ടു ലേറ്റർ പാർട്ടി. ലേറ്റർ പാർട്ടി എന്ന് വെച്ചാൽ ആരാണ്? ആ കൺട്രോൾ ഇൻഫ്ലുവൻസ് ഉള്ള വാക്കിന്റെ ഡിഫറൻസ് എന്താണ്? ലേറ്റർ പാർട്ടീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇത്തവണത്തെ RTPയിൽ ചോദിച്ചിട്ടുണ്ട്. ലേറ്റർ പാർട്ടീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മുടെ ബുക്കിലുണ്ട്, ആ ടോപ്പിക് നോക്കുക. അതിനുശേഷം SA580 WR വിഡ് റെപ്രസെന്റേഷൻസിൽ ഓൾറെഡി മാനേജ്മെന്റ് തന്നിട്ടുള്ള റെപ്രസെന്റേഷൻസിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അവരെ കൊണ്ട് വീണ്ടും റീകൺഫേം ചെയ്യേണ്ടത് എന്ന സിറ്റുവേഷനും, അതേപോലെ നമ്മൾ ആവശ്യപ്പെടുന്ന റെപ്രസെന്റേഷൻസ് ഇപ്പോൾ മാനേജ്മെന്റ് പറയാണ് ദേ വർ നോട്ട് പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. നമ്മൾ പ്രീവിയസ് ഇൻഫർമേഷനെ പറ്റി ചോദിക്കുന്ന സമയത്ത് മാനേജ്മെന്റ് ആ സമയത്ത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് ആ സമയത്ത് എന്താണ് അതിന്റെ കൺക്ലൂഷൻ, എന്താണ് SA580 അത്തരം സിറ്റുവേഷനെ പറ്റി പറയുന്നത്, അതൊന്ന് നോക്കി വായിച്ചു വെച്ചോളൂ. ചാൻസ് കുറവാണ്, എന്നാലും വായിച്ചു വെച്ചോളൂ. SA610 ഇന്റേണൽ ഓഡിറ്റോട്ട് വരിക. ഇന്റേണൽ ഓഡിറ്റേഴ്സിൽ ഈ ഇന്റേണൽ ഓഡിറ്റേഴ്സ് വർക്ക് യൂസ് ചെയ്യുന്ന മുമ്പ് അവരുടെ ഇന്റിഗ്രിറ്റിയും കോമ്പറ്റൻസും അവർക്ക് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അത് ഓരോന്നും എങ്ങനെ എഫക്ട് ചെയ്യും, ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ വാട്ട്, ആ ഫാക്ടേഴ്സ് ഒന്ന് വായിച്ചു വെക്കുക. അതേപോലെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വി വിൽ perform the work directly and we will rely less on the work of the internal auditors, ആ സിറ്റുവേഷൻസും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചോളൂ. ആൻഡ്
SS700 ഒക്കെ ഞാൻ രാത്രി ലാസ്റ്റിലോട്ട് വെച്ചേക്കാണ്. കാരണം 700 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഏതാണ്ട് തറവായിട്ട് നമുക്ക് ഏറ്റവും തുടക്കത്തിലേ നമ്മൾ മനസ്സിലാക്കുന്ന സംഭവമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ ഏതൊക്കെ ടൈപ്പാണ്, മോഡിഫൈഡ് ഒപ്പീനിയൻ, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, അത് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. SS700 ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ലെക്ചർ നോട്ടിലൊക്കെ പറയുന്ന സംഭവമുണ്ട്. റീസണബിൾ അഷുറൻസ് കിട്ടാൻ ആവശ്യമായിട്ട് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റീസണബിൾ അഷുറൻസ്. റീസണബിൾ അഷുറൻസ് സെറ്റ് ബി അച്ചീവ്ഡ് വെൻ 3 കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്, ഇവാലുവേഷൻ ഓഫ് റെസിപ്പിയൻസ് ആൻഡ് പെർഫോമിംഗ് സം സ്പെസിഫിക് ഇവാലുവേഷൻസ്. ആ സ്പെസിഫിക് ഇവാലുവേഷൻസ് ഒന്ന് വായിച്ചു വെച്ചോ. എക്സാമിന് പണ്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കുറെ നാളായിട്ട് ചോദിച്ചിട്ടില്ല. അതൊന്ന് വായിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള 7 പോയിന്റ് 2 മിനിറ്റ് മതിയൊക്കെ വായിക്കാനായിട്ട്, അത് വായിക്കുക. അതേപോലെ നമ്മുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റിനകത്തുണ്ടല്ലോ, ഒപ്പീനിയൻ പാരഗ്രാഫും ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫും, ഈ 2 പാരഗ്രാഫും മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫും, ഈ 3 പാരഗ്രാഫ്സ് മാത്രം ഒന്ന് വായിച്ചു വെക്കുക. ഈ 3 പാരഗ്രാഫ്സിനകത്തുള്ള കണ്ടന്റ് ഒന്ന് വായിച്ചു വെക്കുക. SS701 കീ ഓഡിറ്റ് മാറ്റേഴ്സ്. എന്താണ് കീ ഓഡിറ്റ് മാറ്റർ, കീ ഓഡിറ്റ് മാറ്റേഴ്സ് സംബന്ധിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് മാത്രം വായിക്കുക. 705 മോഡിഫൈഡ് ഒപ്പീനിയൻസ് അല്ലേ, അതിൽ എപ്പോഴാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക, എപ്പോഴാണ് അഡ്വൈസ് കൊടുക്കുക, എപ്പോഴാണ് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ ടോപ്പിക് മാത്രം ഒന്ന് വായിക്കുക. ഇത്രയാകുമ്പോഴത്തേക്കും ഏതാണ്ട് നമുക്ക് ഒരു ഏരിയ ഉണ്ട്. ഗെയിമുണ്ട് 706 EOMP OIP 710 കമ്പാറ്റീവ്. ഇതൊക്കെ ഇത്രയും കഴിഞ്ഞിട്ടും ബാക്കി നമുക്ക് സമയം സപ്പോസ് ആണെങ്കിൽ മാത്രം 710 ഞാൻ ഇതിൽ 560 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 710 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, 706 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊന്നും പഠിക്കേണ്ടതല്ല. ഇത്രയും കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ടൊന്ന് എഫേർട്ട് എടുത്താൽ മതി. ഈ ടോപ്പിക്സ് ഇത്രയും റെഡിയാക്കി വെക്കുക. ആൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാം, മറ്റൊന്ന് എക്സാം ദിവസം രാവിലെ നിങ്ങൾ കമ്പനീസ് ആക്ടിന്റെ നമ്മുടെ കുറച്ച് സെക്ഷൻസ് ഉണ്ടല്ലോ, 143 സബ്സെക്ഷൻ 1 ഡ്യൂട്ടി ടു എൻക്വയർ ചോദിക്കാറേയില്ല. കുറെ അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ സെപ്റ്റംബർ 25 RTPയിൽ ഓർ MTPയിൽ ഏതാ എനിക്ക് ഓർമ്മയില്ല, കാരണം RTP MTP1 MTP2 എല്ലാത്തിനും ബില്ല് വെച്ചിട്ടുണ്ടല്ലോ. ഡ്യൂട്ടി ടു എൻക്വയർ ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ MTP സെഷൻ. MTP ആണ്, RTPയിൽ MTP1 ആണെന്ന് തോന്നുന്നു. അത് നോക്കിക്കോളൂ. ഓക്കെ, ഡ്യൂട്ടി ടു എൻക്വയറി. നിങ്ങൾ ലോ പഠിച്ചിട്ട് ഒരാളൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും മറ്റൊരു 6 കാലം എൻക്വയറി ഇല്ലേ, അത് നോക്കിയോ. ഡ്യൂട്ടി ടു റിപ്പോർട്ട്, അതും ക്ലാസ്സിൽ ഞാൻ ഒരു മെമ്മറി ട്രിക്ക് വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഒരു സ്റ്റോറി വെച്ചിട്ട് ഇല്ലേ, ഓർമ്മയില്ലേ, ബിൽഡിങ്ങിന്റെ എക്സാമ്പിൾ. 143 അത് ഓർമ്മയുണ്ടെങ്കിൽ അത് വായിക്കുക. മിനിമം എക്സാം ഡേ രാവിലെ 143 അതർ മാറ്റേഴ്സ് ആസ് പെർ റൂൾ നമ്പർ 11 റൂൾസ് ഇല്ലേ, ആ റൂൾസ് ഒന്ന് വായിച്ചു വെച്ചേക്ക്. കാരണം ലോയിൽ ഇത്തവണ ഒരുപാട് റൂൾസ് ചോദിച്ച സ്ഥിതിക്ക് അവർക്ക് വേണമെങ്കിൽ ഓഡിറ്റിംഗിലും തന്നെ ബാക്കി ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സോ 143 സബ്സെക്ഷൻ 3 ക്ലോസ് നമ്പർ J 10ാമത്തെ ക്ലോസ്, റിപ്പോർട്ടിംഗ് ഉള്ള അതർ മാറ്റേഴ്സ് ആസ് പെർ റൂൾ നമ്പർ 11 ഓഫ് ദ കമ്പനീസ് ഓഡിറ്റ് ആൻഡ് നോട്ടീസ് റൂൾസ് 2014 റൂൾസ്. അതിനകത്ത് മറ്റേ ഇന്റർമീഡിയറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നു, മറ്റേ ഫണ്ടിങ് പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു, ആ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഓഡിറ്റ് ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറെ പറ്റിയുള്ള റിപ്പോർട്ടിംഗ് ഉണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്ക് രാവിലെ. ഓക്കെ, പിന്നെ 143.567 എന്ന് പറയുന്ന മറ്റേ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ കണക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ്. 143.567 ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്, ഈ സപ്ലിമെന്ററി ഓഡിറ്റ്, ടെസ്റ്റ് ഓഡിറ്റ്. അപ്പോൾ C&AG ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ആ പവേഴ്സും സംഭവങ്ങളും. അതും കമ്പനീസ് ആക്ട് കൂടുതൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. 143.11 കാരോ ആപ്ലിക്കബിലിറ്റി പഠിക്കുക. എന്നിട്ട് ഈ കാണുന്ന ക്ലോസസ് മാത്രം നോക്കുക. ഡെപ്പോസിറ്റ്സ്, മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, അൺറെക്കോർഡ് ട്രാൻസാക്ഷൻസ്, ബോറോയിങ്സ്, IPO FPO, ഡെറ്റ് ഫിനാൻസ്, ഫ്രോഡ് റിപ്പോർട്ടിംഗ്, നിധി കമ്പനി 12 ആണ്, 16 NBFC രജിസ്ട്രേഷൻ, ക്യാഷ് ലോസ്. ഈ ടോപ്പിക്സ് CSRന്റെ പോയിന്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലോസ് നമ്പർ 20 ഗോയിങ് കൺസേൺ 19 നോക്കി വെക്കുക. ഈ ക്ലോസസ് മാത്രം വായിക്കുക, വേറെ ഒന്നും വായിക്കാൻ സമയം കിട്ടത്തില്ല. ഓക്കെ, കാരോ കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചു, അതിന് മുന്നത്തെ 4 അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരുപാട് ഫ്രീക്വന്റ് ചോദിക്കുന്നതല്ല. അതുകൊണ്ട് കാരോ ഇമ്പോർട്ടൻ്റ് ക്ലാസ്സിൽ ഇൻഡെപ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയുന്ന ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. എക്സാമിനിടെ രാവിലെ ഇത് നോക്കിയിട്ട് പോയാൽ മതി, അതിൽ കൂടുതൽ സമയം കിട്ടത്തില്ല. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് രാവിലെ എക്സാം ഡേ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റിയിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം RTP MTP1 MTP2 റിപ്ലൈ ചെയ്യാൻ മലയാളത്തിൻ്റെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ RTP MTP വീഡിയോസ് ഇട്ടിട്ടില്ലേ, ഒരു 1.5 അല്ലെങ്കിൽ 2x സ്പീഡിൽ പെട്ടെന്ന് സ്പീഡ് കണ്ട് ഇത് നോക്കിക്കോ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞ ടോപ്പിക്സ് മാത്രം സ്പീഡിൽ ഒന്ന് കേൾക്കുക, ജസ്റ്റ് ഒന്ന് കേട്ടോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്തോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഹെഡ്സെറ്റ് വെച്ചിട്ട് ജസ്റ്റ് RTP MTP വീഡിയോസ് ഒന്ന് കേൾക്കുക. അത് കേട്ടാലെങ്കിലും കുഴപ്പമില്ല, അതെങ്കിലും ചെയ്യുക. യെസ്, ഇതാണ് നമുക്ക് മാക്സിമം. ഓക്കെ, ഈ
ഇന്നത്തെ എക്സാമിന് ശേഷം കോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഓഡിറ്റിങ്ങിന് മുമ്പായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല, കൺക്ലൂഡ് ചെയ്യാണ്. സോ യെസ് മൈ ഡിയർ ചിൽഡ്രൻ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഓഡിറ്റ് എക്സാം. എക്സംഷൻ കിട്ടട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ടൈം ടേബിളിൻ്റെ PDF വേണം, അതിൻ്റെ ആവശ്യമില്ല ഇനി സമയങ്ങളുണ്ട്. പിന്നെ ഈ മറ്റേ അസേഷൻസിൻ്റെ ഇലിസ്ട്രേഷൻസ് അതില്ലാത്ത കുട്ടികളാണ്, അതിൻ്റെ PDF ഫോട്ടോ എല്ലാം വേണം എന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൾ മീ ഓർ വാട്സാപ്പ് മീ ടു ദിസ് നമ്പർ. ഓക്കെ, എക്സാം ഹാളിൽ കയറുന്ന നിമിഷം വരെയും ഏത് സമയത്ത് വേണേൽ വിളിച്ചോ. മാക്സിമം നിങ്ങളുടെ കോൾസ് അല്ലെങ്കിൽ മെസ്സേജ്, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, സപ്പോസ് ഞാൻ ക്ലാസ്സിലാണ്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ഇട്ടോ, ഞാൻ റിപ്ലൈ മാക്സിമം തരാൻ നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, മൈ വിഷസ് വിത്ത് യു. പൊളിച്ചടക്കിട്ടോ.